ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലിൽ നമ്മളൊന്നൊരു വീഡിയോ ഇടുന്നത്. അതും നമ്മളിപ്പോൾ വീഡിയോ ഇടുന്നത് ദുബായിൽ ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതൊരു ദുബായിലെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനലിലെ പഴയ വ്യൂവേഴ്സിനും അല്ലെങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ വ്യൂവേഴ്സിനും കൂടിയിട്ടുള്ളൊരു ചെറിയ ഇൻഫർമേഷനാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ മുമ്പ് മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് കോണ്ടൻറ്റ്സും അതുപോലെ തന്നെ ട്രാവൽ വീഡിയോസും അങ്ങനെയുള്ള കോണ്ടൻറ്റുകളാണ് കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി കുറച്ച് നാളത്തേക്ക് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ദുബായിലേക്ക് വിസിറ്റ് വിസയിൽ ജോലിക്ക് അന്വേഷിച്ച് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ദുബായിലേക്ക് വരുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, വിസിറ്റ് വിസയിൽ ജോബ് ഹണ്ട് ചെയ്യുന്ന രീതികൾ, പുതിയ വിസ റെഗുലേഷൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ സൈറ്റിൽ എങ്ങനെയാണ് നമുക്കൊരു നല്ല ജോബിൽ ലാൻഡ് ചെയ്യാനായിട്ട് പറ്റുക, അങ്ങനെയുള്ള ഒരു ജോബ് അന്വേഷിച്ച് നാട്ടിൽ നിന്ന് നോക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഇവിടെ എത്തി ജോബ് തപ്പിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അങ്ങനെയുള്ള എല്ലാ ദുബായ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു ജോലി കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും കുറച്ച് നാളത്തേക്ക് നമ്മൾ ഈ ഒരു ചാനലിൽ ഇനി പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഞാനും ഇപ്പോൾ വിസിറ്റ് വിസയിൽ ദുബായിലെത്തിയേക്കാണ്. ഒരു 1 വീക്കോളായി നമ്മളിവിടെ എത്തിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് കോണ്ടൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ്ലി നിർത്തിയെന്നല്ല, ഭാവിയിൽ ഇവൻച്വലി നമ്മൾ ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കോണ്ടൻറ്റ്സും ദുബായ് റിലേറ്റഡ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജോബ് തപ്പുന്ന ഒരാളാണ്, നിങ്ങൾ വിസിറ്റ് വിസയിൽ ഇവിടെ എങ്ങനെ ഒരു ജോബ് കണ്ടെത്താം എന്നൊക്കെ ആഗ്രഹിച്ച് നാട്ടിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വിസിറ്റ് വിസയിൽ എത്തിയിട്ട് എങ്ങനെയാണ് ജോബ് സെർച്ച് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു ജോബ് കിട്ടുന്ന വരെയുള്ള എല്ലാ സീരീസ് ഓഫ് വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ കൂടെ ഈ ഒരു ഫാമിലിയിൽ ജോയിൻ ചെയ്ത് വരാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു വിസിറ്റ് വിസയിൽ ദുബായിലെത്തി ഒരു ജോബ് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്, എന്തൊക്കെ ചിലവുകൾ നമുക്കതിന് വരുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നോക്കുക. അപ്പോൾ ഞാൻ വിസിറ്റ് വിസ എടുക്കുന്ന സമയത്ത്, അതായത് ഒരു 2 വീക്സ് മുന്നേ ഉള്ള ലേറ്റസ്റ്റ് വിസ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വിസിറ്റ് വിസ എടുക്കണമെന്നുണ്ടെങ്കിൽ 2 മന്ത്സ് വിസിറ്റ് വിസയാണ് ഇപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആ 2 മന്ത്സ് വിസിറ്റ് വിസ എടുക്കാനായിട്ട് ഓൾമോസ്റ്റ് നമുക്കൊരു നിയർലി ഒരു 13,000 to 14,000 അടുത്താണ് നമുക്കൊരു റേറ്റ് വരുന്നത്. അത് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും നിങ്ങൾക്കൊരു 12,000 മുതൽ 15,000 രൂപ വരെയുള്ള ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് വിസയുടെ ഒരു കോസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ വിസിറ്റ് വിസ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് ഫ്ലൈറ്റിന് വേണ്ടി വന്ന ഏകദേശം ഒരു ചാർജ് എന്ന് പറയുന്നത്, ഞാൻ വന്നത് എയർ അറേബ്യയിലാണ്, എനിക്ക് വന്നത് ഒരു 14,000 രൂപയായിരുന്നു. ഒരു ഓൾമോസ്റ്റ് ഒരു 1 മന്ത് മുന്നേ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളായാലും വരുന്നത് എപ്പോഴാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ കുറച്ച് മുന്നേ തന്നെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചാൽ കുഴപ്പമില്ലാത്തൊരു റേറ്റിൽ കിട്ടും. അപ്പോൾ എയർ ഇന്ത്യ, ഇൻഡിഗോ അങ്ങനെയുള്ള ഏത് എയർലൈൻസ് ആണെങ്കിലും നമുക്ക് മാക്സിമം ഒരു 10K മുതൽ ഒരു 15K ഉള്ളിലായിരിക്കാം പ്രൈസ് റേഞ്ച് വരുന്നതായിരിക്കും. അതും ഈ പറയുന്ന വാരി ചെയ്യുന്ന പ്രൈസ് ആയതുകൊണ്ട് ഇതായിരിക്കും അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് UAEയുടെ വിസ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു വിസിറ്റ് വിസയും കാര്യങ്ങളും 2 മന്ത്സിൻ്റെ അടുത്ത് നാട്ടിൽ നിന്ന് ഏത് എയർപോർട്ടിൽ നിന്നാണ് നിങ്ങൾ കയറുന്നതുണ്ടെങ്കിൽ ആ എയർപോർട്ടിൽ നിന്ന് കയറുമ്പോൾ തൊട്ടേ നമുക്ക് ഈ പറയുന്ന പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് ബാധിക്കുന്നതായിരിക്കും. ഞാൻ കൊച്ചിയിൽ നിന്നാണ് വന്നത്. അപ്പോൾ കൊച്ചിയിൽ നമ്മുടെ ചെക്ക് ഇൻ കഴിയുന്ന സമയത്തും ഇമിഗ്രേഷനിലൊക്കെ ഈ പുതിയ റൂളായിട്ടുള്ള 5,000 ദിർഹം നമ്മുടെ അക്കൗണ്ടിൽ ഷോ മണി ആയിട്ട് കാണിക്കണം എന്നുള്ളത്. അതായത് നിങ്ങൾ അവിടെ നിന്ന് കയറുമ്പോൾ ഇവിടുത്തെ 5,000 ദിർഹത്തിന് ഈക്വൽ ആയിട്ടുള്ള ഇന്ത്യൻ മണി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ കാണിക്കണം. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് സർവൈവ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട് എന്ന് ഒരു പ്രൂഫ് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് UAE അങ്ങനെ ഒരു പുതിയ റൂൾ വരെ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം അത്രയധികം ആൾക്കാർ വിസിറ്റ് വിസയിൽ ജോലി അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. കൊച്ചിയിൽ ഞാൻ കയറുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് നമ്മൾ കാണിച്ചു കൊടുക്കണം. കൊച്ചിയിൽ അക്കൗണ്ട് ബാലൻസ് ചോദിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചില എയർപോർട്ടുകളിൽ നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ബാങ്കിങ് ആപ്പ് വഴിയോ നമ്മൾ ഈ ഒരു എമൗണ്ട് കാണിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ 5,000 ദിർഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലെ ഓൾമോസ്റ്റ് ഒരു 1,18,000 1,18,500 രൂപ റേഞ്ചിൽ വരും. അത് നിങ്ങൾക്ക് ഗൂഗിൾ വഴി ചെക്ക് ചെയ്താൽ ഓരോ ദിവസത്തെ റേറ്റ് അനുസരിച്ചിട്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു 5,000 ദിർഹം ഷോ മണി ഇല്ലാതെ നിങ്ങളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവും. അങ്ങനെ ഇല്ലാതെ വന്നവരെ തിരിച്ചു വിട്ടിട്ടുള്ള കേസസ് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വിസ എടുക്കുന്ന ട്രാവൽ ഏജൻസി ഏതാണോ അവരോട് ആ വക പുതിയ റൂൾസൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഓരോ ദിവസവും പുതിയ പുതിയ റൂൾസ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ട്രാവൽ ഏജൻറ്റിനോട് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ഒക്കെ അറിഞ്ഞു വയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവിടുത്തെ ഇമിഗ്രേഷനിലും ഈ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഷാർജ എയർപോർട്ടിലേക്കാണ് വന്നിറങ്ങിയത്. ഇവിടെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഇമിഗ്രേഷനിൽ. കാരണം ഓൾറെഡി നമ്മൾ അവിടെ നിന്നെല്ലാം ക്ലിയർ ചെയ്ത് വന്നുകൊണ്ട് ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ഏത് എയർപോർട്ടിലാണ് ഇറങ്ങുന്നത് അനുസരിച്ച് അതൊക്കെ ചിലപ്പോൾ
ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു 5,000 ദിർഹത്തിന് പുറമെ വേണ്ട 2 മാൻഡേറ്ററി കാര്യം കൂടിയുണ്ട്. ഒന്ന് നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ് കൺഫർമേഷൻ്റെ ഒരു ഡമ്മി കാണിക്കണം, അതുപോലെ തന്നെ നമ്മുടെ റിട്ടേൺ ടിക്കറ്റിൻ്റെ ഒരു ഡമ്മി നമുക്ക് എന്തായാലും കാണിക്കേണ്ടതായിട്ട് വരും. ഈ റിട്ടേൺ ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ മുമ്പും വിസിറ്റ് വിസ എടുത്ത് വരുമ്പോൾ ഏകദേശം ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ അപ്ഡേറ്റ് ഇപ്പോൾ അടുത്ത് വന്ന ഒരു പുതിയ റൂൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഹോട്ടൽ ബുക്കിംഗ് നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത് രണ്ടും നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങളുടെ ട്രാവൽ ഏജൻറ്റുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഡമ്മി ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തരാനായിട്ട് പറ്റും. അപ്പോൾ ഹോട്ടൽ ബുക്കിങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ റിട്ടേൺ ടിക്കറ്റിൻ്റെ ഡമ്മിക്കായിട്ട് ഏകദേശം എനിക്ക് വന്ന ചിലവെന്ന് പറയുന്നത് 800 ഈച്ചാണ്. അതായത് റിട്ടേൺ ടിക്കറ്റിന് ഒരു 800ഉം ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഡമ്മിക്ക് ഒരു 800ഉം കൂടി 1,600 രൂപയാണ് നമുക്ക് ഈ ഒരു ഡമ്മി ടിക്കറ്റിനായിട്ട് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 കാര്യം കൂടി നമുക്ക് മസ്റ്റായിട്ട് കാണിക്കേണ്ടി വരും. അതുപോലെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു റിട്ടേൺ ഡേറ്റ് മനസ്സിലൊന്ന് പഠിച്ചു വയ്ക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് യു എയിലോട്ട് ഇപ്പോൾ ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്ന് പറയുന്നത്. അത് കൂടാതെ ഈ ഒരു യു എയിലേക്ക് വരുന്ന ഒരു ടോട്ടൽ ബഡ്ജറ്റിലേക്ക് എനിക്ക് അഡീഷണൽ ആയിട്ട് വന്നൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യുന്ന ഒരു എക്സ്പെൻസും കൂടിയാണ്. ആ ഒരു അറ്റസ്റ്റേഷൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ്, എന്തൊക്കെയാണ്, എത്ര ദിവസം എടുക്കും, അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ വരുന്നതായിരിക്കും. ബട്ട് ഈ ഒരു ഓവറോൾ ബഡ്ജറ്റ് എത്രയായി എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്, അതിന് നമുക്കൊരു അറ്റസ്റ്റേഷൻ്റെ ഒരു ചാർജും കൂടി വന്നിട്ടുണ്ട്. എനിക്കൊരു 11,000 രൂപയോളം ആയിട്ടുണ്ട്. സോ ഓവറോൾ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വിസിറ്റിന് യു എയിലേക്ക് വരുമ്പോൾ വേണ്ടി വരുന്നൊരു എക്സ്പെൻസസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസയുടെ പൈസ, അതുപോലെ തന്നെ എയർ ടിക്കറ്റ്, റിട്ടേൺ ടിക്കറ്റ്, ഹോട്ടൽ കൺഫർമേഷൻ്റെ ഡമ്മി, പിന്നെ നമുക്ക് അറ്റസ്റ്റേഷൻ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റസ്റ്റേഷൻ്റെ എക്സ്പെൻസ്, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഓൾമോസ്റ്റ് ഒരു 41,000-42,000 എനിക്ക് ചിലവായിട്ടുണ്ട്. ഇതിന് പുറമെയാണ് നമുക്ക് ഈ പറയുന്ന ഷോമണി ആയിട്ടുള്ള 5,000, അതായത് 1,18,000 19,000 റേഞ്ചിലുള്ള ഒരു എമൗണ്ട് അക്കൗണ്ടിൽ കാണിക്കേണ്ടതും കൂടി വരുന്നത്. ഒരു 1,60,000 അടുത്തൊക്കെ നമുക്കിപ്പോൾ ഒരു ചിലവ് വരുന്നുണ്ട്. ഈ പറയുന്ന ഷോമണി ആയിട്ടുള്ള 1,18,000 19,000 എന്ന് പറയുന്ന എമൗണ്ട് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ആ ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് റോൾ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിച്ച് നിങ്ങൾ വൺസ് ഇവിടെ എത്തിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തിരിച്ചു കൊടുക്കാം. അതല്ല നിങ്ങൾ അത്രയും എമൗണ്ട് സെറ്റാക്കി വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്തിയിട്ട് ആ എമൗണ്ട് നിങ്ങളുടെ ഇവിടുത്തെ ചിലവുകൾക്കായിട്ട് യൂസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിന് വേണ്ടി വന്നിട്ടുള്ള ഒരു എക്സാക്ട് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ എപ്പിസോഡുകളായിട്ടും ദുബായിലേക്ക് വിസിറ്റ് വിസയിൽ ജോലി അന്വേഷിച്ച് വരുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഞാനൊരു ജോലി കണ്ടുപിടിക്കുന്നത് വരെയുള്ള എല്ലാ എൻ്റെ ജേണികളും ഓരോ എപ്പിസോഡുകളായിട്ട് കൃത്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഈ ഒരു ജേണിയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഇനി വരുന്ന വീഡിയോകളിൽ അപ്പോൾ നമ്മൾ ഈ ഡൂബിസിലിൽ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രോപ്പർട്ടികൾ നോക്കാം, പിന്നെ ഒരു 1.5 വീക്ക് ആയിട്ടുള്ള എൻ്റെ ജോബ് ഹണ്ടിൻ്റെ ഒരു റിസൾട്ട്സ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് എന്താണ്, പിന്നെ നമുക്ക് ഓരോരോ വീഡിയോകളായിട്ട് ഏതൊക്കെ ആപ്പ് വഴി ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് പ്രോപ്പറായിട്ട് ജോബ് ഹണ്ട് ചെയ്യേണ്ടത്, അതുപോലെ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ക്യാരി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടി ഞാൻ വരുന്ന ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ പ്രോപ്പറായിട്ട് ഒരു സീവിങ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രണ്ട്സ് വഴി ഒരു ദുബായ് നമ്പർ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ നമ്പർ നിങ്ങളുടെ സി വിയിൽ അപ്ഡേറ്റ് ചെയ്ത് ആ സി വിയുടെ കുറച്ച് പ്രിൻ്റ് ഔട്ട്സ് നാട്ടിൽ നിന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. ഇവിടെ പ്രിൻ്റ് ഔട്ട്സിൻ്റെ റേറ്റ്സ് എന്നൊക്കെ പറയുന്നത് നാട്ടിലെ കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ്. വിസിറ്റ് വിസയിൽ വരുന്ന സമയത്ത് നമുക്കതൊരു ബർഡൻ ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്ന് നമ്പർ എടുത്ത് ആ നമ്പർ സി വിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് തന്നെ പ്രിൻ്റ് ഔട്ട്സ് എടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്താണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇനി ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വിസിറ്റ് വിസയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇനി അറിയേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നമ്മളത് കമൻ്റ് ആയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അധികം ദീർഘിപ്പിക്കാതെ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. സ്റ്റേ ട്യൂൺ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് സൈനിങ് ഓഫ് മോട്ടോക്കിഡ്.